ഹായ് ഗൈസ്, വെൽക്കം ടു വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ഇന്നലെ എക്കണോമിക് സർവേ പാർലമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ മിക്ക ന്യൂസും എക്കണോമിക് സർവേ ആയിട്ട് റിലേറ്റഡ് ആണ്. സോ എന്താണ് ഈ എക്കണോമിക് സർവേ? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് റിലീസ് ചെയ്യുന്നൊരു ആനുവൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരിക്കും. എല്ലാ വർഷവും യൂണിയൻ ബഡ്ജറ്റിന് മുമ്പ് ഒരു ദിവസം മുമ്പാണ് എക്കണോമിക് സർവേ ടേബിൾ ചെയ്യുന്നത്. എന്നാൽ ഈ വട്ടം 3 ദിവസത്തിന് മുമ്പ് ടേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചീഫ് എക്കണോമിക് അഡ്വൈസറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ ഉള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ഓഫീസറിനെ ആയിരിക്കും. 1970 വരെ അങ്ങനെ തന്നെയായിരുന്നു. IAS ഓഫീസറായിരുന്നു ചീഫ് എക്കണോമിക് അഡ്വൈസറായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ 1970 ശേഷമാണ് ഔട്ട്സൈഡിലുള്ള എക്സ്പേർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ചീഫ് എക്കണോമിക് അഡ്വൈസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ലിമിറ്റഡ് മാറ്റേഴ്സിൽ മാത്രമേ ഇവരുടെ അഡ്വൈസ് തേടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഡിഫൈൻഡ് ആയിട്ടൊരു റോള് ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ ഇവരുടെ ഒരു ഡിഫൈൻഡ് റോൾ എന്ന് പറയുന്നത് ഈ എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് എക്കണോമിക് സർവേ 1950-51 ആ വർഷത്തിലായിരുന്നു. അന്ന് ബഡ്ജറ്റിൻ്റെ ഭാഗമായിരുന്നു. ബഡ്ജറ്റും എക്കണോമിക് സർവേയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. 1964 ശേഷമാണ് എക്കണോമിക് സർവേ ബഡ്ജറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയത്. അതിനുശേഷം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എക്കണോമിക് സർവേ പ്രസൻറ്റ് ചെയ്യും. എക്കണോമിക് സർവേയിൽ മെയിനായിട്ട് ലാസ്റ്റ് ഇയറിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സെക്ടേഴ്സിനെയും ഇത് ഉൾപ്പെടുത്താറുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടർ, സർവീസ് സെക്ടർ, അങ്ങനെ ജനങ്ങൾക്കും മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇത് വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിലുള്ള പ്രോഗ്രസീവ് സ്റ്റെപ്സ് ഗവൺമെൻറ്റിന് എടുക്കാനും പറ്റും. ഈ പ്രാവശ്യത്തെ എക്കണോമിക് സർവേയിൽ എന്തായാലും പാൻഡമിക്കിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്മിങ് ഇയറിലുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്യും. അതുപോലെ ലാസ്റ്റ് ഇയറിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അത് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കമ്മിങ് ഇയറിലേക്ക് വേണ്ടിയുള്ള ട്രെൻഡ്സ് അനലൈസ് ചെയ്യും. അതായത് ഇപ്പം അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, പ്രൈസസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഫോറിൻ എക്സ്ചേഞ്ച്, മണി സപ്ലൈ, ഈ ട്രെൻഡ്സ് എല്ലാം അനലൈസ് ചെയ്യും. സോ എക്കണോമിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ, എക്കണോമിക് സർവേ പ്രെഡിക്ട്സ് 11% ഗ്രോത്ത് നെക്സ്റ്റ് ഫിസ്ക്കൽ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യയുടെ ഗ്രോത്ത് പ്രോസ്പെക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഗ്രോത്ത് വി ഷേപ്ഡ് റിക്കവറിയിലാണെന്നാണ് പറയുന്നത്. RBI ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും പോളിസി മേക്കേഴ്സ് ആണെങ്കിലും. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്കൊരു ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഗ്രാഫ് കാണാം. ഫിനാൻഷ്യൽ ഇയർ 2012-20 നോക്കുകയാണെങ്കിൽ ഈ ഒരു GDP റേറ്റ് 7% ആയിരുന്നു കാണിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 19-20 നോക്കുകയാണെങ്കിൽ ഈ റേറ്റ് 4.2% ആയി. അതായത് ഒരു സ്ട്രക്ചറൽ സ്ലോ ഡൗൺ കാണാം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓർക്കേണ്ട കാര്യം, ഈ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു സ്ട്രക്ചറൽ സ്ലോ ഡൗൺ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയും നോട്ട് നിരോധനം ഓൾറെഡി സ്ട്രക്ചറൽ സ്ലോ ഡൗൺ ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ 2020-2021 ആ ഒരു ഇയർ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിലൊക്കെ നമ്മുടെ GDP റേറ്റ്, കാരണം കോവിഡ് വന്നു, പാൻഡമിക് ആയി, പിന്നീട് എന്ത് ചെയ്തു, ലോക്ക്ഡൗണും വന്നു. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലായപ്പോഴേക്കും GDP -20% ആയിരുന്നു. അതായത് സഡൻ സ്ലോ ഡൗൺ ആയിപ്പോയി. പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പതുക്കെ റിക്കവർ ചെയ്തിട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ 2022-2021 വന്നപ്പോഴേക്കും -7.7%. അപ്പം ഒരു സഡൻ റിക്കവറിയാണ്. ഇപ്പം -20% നിന്നിട്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്ന് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും -7.7% ആയി. അപ്പോൾ ഒരു സഡൻ റിക്കവറി. ഈ റിക്കവറിയെ ആണ് വി ഷേപ്ഡ് റിക്കവറി എന്ന് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ വി ഷേപ്ഡ് റിക്കവറിയിൽ മിഡിലായെന്നാണ് ഗവൺമെൻറ്റും RBIയും പറയുന്നത്. സോ ഫിനാൻഷ്യൽ ഇയർ 2022 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന GDP 11% ആണെന്നാണ് എക്കണോമിക് സർവേ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഗവൺമെൻറ്റിനോട് എക്കണോമിക് സർവേ പറയുന്നത് ഒരു കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കൗണ്ടർ
സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഫിസ്ക്കൽ പോളിസി എന്താണെന്നാണ്. അതായത് ഗവൺമെൻറ്റിന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടാക്സ്, അതാണ് അവരുടെ റവന്യൂ. അത് കഴിഞ്ഞ് നമുക്ക് തരുന്ന ഓരോ പോളിസിയും കാര്യങ്ങളും ഒക്കെ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കാണ് ഫിസ്ക്കൽ പോളിസി. ഇനി ഈ ഒരു ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് ബഡ്ജറ്റ് വഴിയാണല്ലേ ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് ചേഞ്ചസ് എങ്ങനെ വരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിസിനസ് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതനുസരിച്ചായിരിക്കും ഗവൺമെൻറ് അതിൻ്റെ ഫിസ്ക്കൽ പോളിസി ഡിക്ലെയർ ചെയ്യുന്നത്. രണ്ട് രീതിയിലാണത് പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ സൈക്ലിക്കൽ പുഷ്, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ സൈക്ലിക്കൽ പുഷ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ മാസീവായിട്ടുള്ള ഗ്രോത്താണ്, നല്ല ഗുഡ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു എക്കണോമിയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതനുസരിച്ച് ആ ഫ്ലോയിൽ തന്നെ അങ്ങ് പോകും. അതായത് ഗ്രോത്ത് ഉണ്ട്, ആ സമയത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് വേണ്ടിയുള്ള ചെലവഴിക്കൽ കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? നല്ല ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ടാക്സ് കുറച്ചെന്ന് വെക്കുക. ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ? ഓൾറെഡി നമ്മുടെ എക്കണോമിയിൽ ഗ്രോത്ത് ഹൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ എന്ത് ചെയ്യുക? ടാക്സ് കൂട്ടുകയാണെങ്കിൽ എക്കണോമിയിൽ ഗ്രോത്ത് ഉള്ളത് കൊണ്ട് തന്നെ റവന്യൂ മാക്സിമം കളക്ട് ചെയ്തിട്ട് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് കണ്ടീഷനിൽ, ഹൈ ഗ്രോത്ത് കണ്ടീഷനിൽ ഗവൺമെൻറ് എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? ഐഡിയലി എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ടാക്സ് കൂട്ടുക. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇതിന് വിപരീതമായിട്ട് ചെയ്തു. അതായത് ഹൈ ഗ്രോത്ത് ഉള്ളപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ ഉണ്ട്. അതിൻ്റെ കൂടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഓവറായിട്ട് നമ്മുടെ എക്കണോമിയിൽ മണി സപ്ലൈ വരുവാണ്, അതായത് ഇൻഫ്ലേഷൻ ആവുകയാണ്. സോ ഈ ഒരു പ്രോ സൈക്ലിക്കൽ ഫിസിക്കൽ പുഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉള്ള സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? അതിൻ്റെ ഫ്ലോയിൽ കൂടെ അങ്ങ് പോവുകയാണ്. അതായത് നല്ല ഗ്രോത്ത് ഉണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് വാരിക്കോഴി ചിലവാക്കുന്നു, എന്നിട്ട് ടാക്സ് കുറയ്ക്കുന്നു. അതിനെയാണ് പ്രോ സൈക്ലിക്കൽ പുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈ ഗ്രോത്ത് ഉള്ള സമയത്ത് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കടം കൂടത്തേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൗണ്ടർ സൈക്ലിക്കൽ പുഷാണ് ചെയ്യേണ്ടത്. അതായത് ഹൈ ഗ്രോത്ത് ഉള്ള സമയത്ത് എന്ത് ചെയ്യുക? മാർക്കറ്റിൽ ഓൾറെഡി ഗുഡ് കണ്ടീഷനാണ്, അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുക? മണി സപ്ലൈ കുറയ്ക്കുക, അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, മാക്സിമം റവന്യൂ ആ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ എക്കണോമിയിൽ നിന്ന് കളക്ട് ചെയ്യുക, അതിനുവേണ്ടി എന്ത് ചെയ്യുക? ടാക്സ് കൂട്ടുക. സോ ഇപ്പോഴത്തെ എക്കണോമിക് സർവേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസിയാണ് നോക്കേണ്ടത്. അതായത് ബിസിനസ് കണ്ടീഷൻ നല്ല ഉയരത്തിൽ നിൽക്കുമ്പം എന്ത് ചെയ്യുക? കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസിനസ് ഉയർന്നു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഹൈ ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക? എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ടാക്സ് കൂട്ടുക. ബിസിനസ് സ്ലോ ഡൗൺ ആകുമ്പം നേരെ തിരിച്ച് ചെയ്യുക. അതാണ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കേ, കോവിഡ് വന്നതോടുകൂടി ഡിമാൻഡും കൺസപ്ഷനും കുറഞ്ഞു. അപ്പം ഡിമാൻഡും കൺസപ്ഷൻ കുറയുമ്പോൾ ബിസിനസ്സൊക്കെ ഒരു വിധത്തിൽ ബിസിനസ് കണ്ടീഷനൊക്കെ തകരുവാണ് ചെയ്യുന്നത്. അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ എന്താണ്? ബിസിനസ് കണ്ടീഷൻസ് കുറഞ്ഞു. ബിസിനസ് കണ്ടീഷൻ കുറയുമ്പം ഗവൺമെൻറ് കൗണ്ടറായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം എക്കണോമിയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയാണെങ്കിൽ എക്കണോമിയിൽ മണി സപ്ലൈ കുറവാണ് അല്ലേ? അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ കൂട്ടണം. എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ചെയ്യണം, ഒപ്പം തന്നെ ടാക്സ് കുറയ്ക്കുകയും ചെയ്യണം. അങ്ങനെ എക്കണോമിയെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ഈ ഒരു എക്കണോമിക് സർവേ പറഞ്ഞേക്കുന്ന ലോജിക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് സർവേ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇയറിലുള്ള 3 സ്റ്റിമുലസ് പാക്കേജിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച്, മെയ്, നവംബറിലായിരുന്നു ഈ പാക്കേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് ഈ എക്കണോമിക് സർവേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കേജസ് ഒന്നും എക്കണോമിയെ റിയൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലായിരുന്നു. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പാക്കേജാണ് ഗവൺമെൻറ് ലാസ്റ്റ് ഇയർ കൊടുത്തത്. എന്തായാലും നമ്മളിപ്പോൾ വി ഷേപ്ഡ് റിക്കവറിയിലാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് സർവേ പറയുന്നത് കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പുഷ് ചെയ്യാനുള്ള റൈറ്റ് ടൈമാണിത്. അതായത് എക്സ്പെൻഡിച്ചർ കൂട്ടുക, ടാക്സ് കുറയ്ക്കുക. പക്ഷേ ഈ ഒരു പ്രഡിക്ഷൻ ഉണ്ടല്ലോ, 11% GDP ആയിരിക്കും കമ്മിങ് ഇയറിൽ വരുന്നേ എന്നുള്ള എക്കണോമിക് സർവേയുടെ പ്രഡിക്ഷൻ ഉണ്ടെങ്കിലും മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി നോക്കുവാണെങ്കിൽ ചൈന, റഷ്യ, US ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ പെർ ക്യാപിറ്റ GDP വളരെ ലോ ആണ്. ഈവൻ നമ്മളെന്താണ് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് ഗ്ലോബലി. ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് തന്നെയും നമ്മുടെ പെർ ക്യാപിറ്റ GDP ഈ മേജർ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പം നല്ല കുറവാണെന്ന് ചിന്തിക്കണം.
നെക്സ്റ്റ് ആർട്ടിക്കിൾ പഷ്മിന മീറ്റ്സ് മെറ്റാലിക് പോളിമേഴ്സ്. പഷ്മിന എന്ന് പറയുന്നത് ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു ആടാണ്. പഷ്മിനയ്ക്ക് മറ്റൊരു പേരുണ്ട് ചന്തങ്കി. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ബ്രീഡാണ്. ലഡാക്കിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് ഇത് കാണപ്പെടുന്നത്. ലഡാക്കിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള നൊമാഡിക് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ചാങ്പാസ് ആണ് ഇവരെ വളർത്തുന്നത്. ഇപ്പം പഷ്മിനയുടെ പ്രോഡക്ട്സിന് ഇപ്പം BIS സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കമ്പിളി, ഇത് കൊണ്ടുണ്ടാക്കുന്ന കമ്പിളിക്ക് മറ്റ് കമ്പിളികളെക്കാളും കുറച്ചും കൂടി തിക്കറാണ്, വാമറാണ്. അപ്പോൾ ഈ ഒരു BIS സർട്ടിഫിക്കേഷൻ കൊണ്ട് എന്താ നമുക്ക് പ്രയോജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ ഒരു സർട്ടിഫിക്കേഷൻ്റെ സ്റ്റാൻഡേർഡിൽ മാത്രമേ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മായം ചേർക്കൽ ഇനിയിപ്പം പഷ്മിന പ്രോഡക്ട്സിൽ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് ആർട്ടിക്കിൾ ബെയർ നെസസിറ്റി ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഹാസ് നാരോഡ് സിൻസ് 2012. സോ ക്വസ്റ്റ്യനിൽ ബെയർ നെസസിറ്റി ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് റിലീസ് ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്ട്രിയാണ്. അപ്പം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എക്കണോമിക് സർവേയിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിൽ അവശ്യ വസ്തുക്കളുടെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം എന്താണ് അവശ്യ വസ്തുക്കൾ എന്ന് പറയുമ്പം ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ഷെൽട്ടർ, ഇലക്ട്രിസിറ്റി, LPG ഇതെല്ലാം ഉൾപ്പെടും. ഈ ഒരു ഇൻഡെക്സിൻ്റെ വാല്യൂ 0 തൊട്ട് 1 വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ഡിസൈറബിൾ ആണ്, 1 ആണെങ്കിൽ മോസ്റ്റ് ഡിസൈറബിൾ ആണ്. ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ 3 കളേഴ്സിൽ സ്റ്റേറ്റുകളെ തിരിച്ചിട്ടുണ്ട്: ഗ്രീൻ, യെല്ലോ, റെഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 0.50 അതിനേക്കാളും താഴെയായിട്ടുള്ള വാല്യൂ ആണ് ഇൻഡെക്സിൽ കാണിക്കുന്നതെങ്കിൽ അതിനെ റെഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. 0.50യും 0.70യുടെ ഇൻ ബിറ്റ്വീനാണ് വാല്യൂ കാണിക്കുന്നതെങ്കിൽ അത്തരം സ്റ്റേറ്റുകളെയാണ് യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നത്. 0.70യേക്കാളും കൂടുതലായിട്ടുള്ളതാണ് ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നത്. കേരള ഗ്രീൻ കളറിലാണ്. ഞാൻ പറഞ്ഞല്ലോ 1നോട് അടുക്കും തോറും മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് ഇൻഡെക്സിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ആൻ എക്സ്പേർട്ട് എക്സ്പ്ലെയിൻസ് റെഡ് ഫോർട്ട് ആൻഡ് ഡൽഹി സിംബൽസ് ആൻഡ് നറേറ്റീവ്സ് ഓഫ് പവർ ഡൗൺ ദി ഏജസ്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ റെഡ് ഫോർട്ട് കൺസ്ട്രക്റ്റ് ചെയ്തത് മുഗൾ എംപറർ ആയിട്ടുള്ള ഷാജഹാനാണ്. അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഫോർട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. റെഡ് ഫോർട്ട് ഡിസൈൻ ചെയ്തത് താജ്മഹൽ ഡിസൈൻ ചെയ്ത അതേ വ്യക്തി തന്നെയാണ്, ഉസ്താദ് അഹമ്മദ് ലഹോറി. നെക്സ്റ്റ് ആർട്ടിക്കിൾ പ്രൈം മിനിസ്റ്റർ ടു അഡ്രസ്ഡ് 125 ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് പ്രബുദ്ധ ഭാരത ഓൺ 31 Jan. സോ ഈ ഒരു PIB ന്യൂസിൽ കുറേ നമ്പർ ഓഫ് ജേർണൽ ന്യൂസ് പേപ്പറിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഫൗണ്ടേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. ഗാന്ധിജിയുടെ ജേർണൽസാണ് യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ. ആനി ബെസൻറ്റിൻ്റെയാണ് ന്യൂ ഇന്ത്യ. പ്രബുദ്ധ ഭാരത സ്വാമി വിവേകാനന്ദയുടെയാണ്. അതുപോലെ മൂക് നായക് എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെയാണ്. ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ജേർണലാണ് ഇന്ത്യൻ മിറർ. നെക്സ്റ്റ് ആർട്ടിക്കിൾ കോ സെക്ടർ ഔട്ട്പുട്ട് ഷ്രാങ്ക് 1.3% ഇൻ ഡിസംബർ. സോ കോ സെക്ടേഴ്സ് ആരൊക്കെയാണ്? ഫെർട്ടിലൈസർ, റിഫൈനറി പ്രോഡക്റ്റ്, ഇലക്ട്രിസിറ്റി, നാച്ചുറൽ ഗ്യാസ്, സ്റ്റീൽ, സിമെൻറ്റ്, ക്രൂഡ് ഓയിൽ, കോൾ. സോ നമുക്ക് 8 കോ സെക്ടേഴ്സാണുള്ളത്. എന്തുകൊണ്ടാണ് ഇവരെ കോ സെക്ടേഴ്സ് എന്ന് വിളിക്കാൻ കാരണം, ഇവർക്കുണ്ടാവുന്ന എന്ത് ചേഞ്ചസും മറ്റ് ഇൻഡസ്ട്രീസിനെയും ബാധിക്കും. അപ്പോൾ ഇവരുടെ ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് മറ്റ് ഇൻഡസ്ട്രിക്കും ഉണ്ടാവും. അപ്പോൾ ഈ കോ സെക്ടേഴ്സിന് എന്താണ് മറ്റ് ഇൻഡസ്ട്രീസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 8 പേരെ നമ്മൾ കോ സെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ കോ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷനും ഓഫീസ് ഓഫ് ദി എക്കണോമിക് അഡ്വൈസറും കൂടി ചേർന്നിട്ടാണ് ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 10 എക്കണോമിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മറ്റൊരു ആർട്ടിക്കിളാണ് വിഡ്രോ ഫോർബിറൻസ് വൺസ് എക്കണോമി റിക്കവറി. ഈ ഒരു ആർട്ടിക്കിളിൽ ബാങ്കിങ് സെക്ടറിനെ പറ്റിയാണ് പറയുന്നത്. എക്കണോമിക് സർവേ പറഞ്ഞു കോവിഡ് വന്ന സമയത്ത് RBI ഒരുപാട് റെഗുലേറ്ററി മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എക്കണോമിയെ റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതായത് എന്താണ്, മൊറട്ടോറിയം കൊടുത്തിട്ടുണ്ടായിരുന്നു ലോൺ റീപേയ്മെൻറ്റ്സിന് വേണ്ടി. അതുപോലെ തന്നെ ഈസി ക്രെഡിറ്റ്സ് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇത്, കോവിഡ് സിറ്റുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളൊരു റെഗുലേറ്ററി മെഷറായിരുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് ഇത്തരം RBI കൊടുത്തേക്കുന്ന റിലാക്സേഷൻ മെഷേഴ്സിനെയാണ് ഫോർബിറൻസ് എന്ന് പറയുന്നത്. എക്കണോമിക് സർവേ ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് വേണ്ടിയാണ് ഈ എമർജൻസി മെഷർ RBI എടുത്തത്.
അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം പോളിസി ആയിട്ട് കൊണ്ടുപോകാതെ ഉടനെ തന്നെ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ തകരും. ഉദാഹരണമായിട്ട് നമുക്ക് 2008 നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ എക്കണോമിയെ തിരിച്ചു പിടിക്കാനായിട്ട് RBI മോണിറ്ററി സപ്പോർട്ടുമായിട്ട് വന്നു. RBI എല്ലാ ബാങ്കിനോടും ഈസി ആയിട്ട് ലോൺ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു. പക്ഷേ 2008 ആ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നത്. പക്ഷേ 2011 വരെ ഇതൊരു ലോങ് ടേം പോളിസി ആയിട്ട് RBI കൊണ്ടുപോയി. അതായത് 7 വർഷം ഈ ഒരു എമർജൻസി മെഷർമെൻറ്റ്സ് RBI കൊണ്ടുപോയി. അതായത് ഒരു ലോങ് ടേം ആക്കി മാറ്റി. അങ്ങനെ 2011 ഇന്ത്യയുടെ GDP വളരെ ഹൈ ആയത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് പറയാം. ശരിക്കും നമ്മുടെ 2011 ആയപ്പോഴേക്കും എന്താണ്, ഇന്ത്യയുടെ GDP ഹൈ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസി ലോൺസ് കൊടുക്കുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ എക്സസ് ലിക്വിഡിറ്റി ഉണ്ടാവും. അതായത് മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്, ഇൻഫ്ലേഷൻ. അതുപോലെ തന്നെ ഒരുപാട് ലോൺസ് കൊടുത്ത് എന്തായത്, അത് നോൺ പെർഫോമിങ് അസറ്റായിട്ട് മാറി. നോൺ പെർഫോമിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാത്ത ലോണുകൾ. ഈ ഒരു ടൈമിലാണ് എവർഗ്രീനിങ് ഓഫ് ലോൺ എന്ന് പറഞ്ഞൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ എവർഗ്രീനിങ് ഓഫ് ലോൺ? അതായത് ഇപ്പം ഒരാൾ ഒരു ലോൺ അടച്ചില്ല, അത് ഡിഫോൾട്ടായിട്ട് കിടക്കുകയെന്ന് വെച്ചോ. ഈ ബാങ്ക് തന്നെ അയാൾക്ക് പുതിയ ലോൺ കൊടുക്കും. എന്നിട്ട് ആ ലോൺ എടുത്തിട്ട് ഈ പഴയ ലോൺ അടച്ചു തീർക്കാൻ പറയും. ഇതാണ് എവർഗ്രീനിങ് ഓഫ് ലോൺ എന്ന് പറയുന്നത്. ഇതിനെ എക്കണോമിയിൽ വേറൊരു ടേം വിളിക്കും, സൂബി ലെൻഡിങ്. അതായത് എമർജൻസി മെഷറായിട്ട് RBI കൊടുത്ത 2008 ആ ഒരു മെഷർമെൻറ്റ് 7 വർഷം RBI അത് ലോങ് ടേം ആയിട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് ബാങ്കുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോപ്പറേറ്റീവായിട്ട് കളിക്കാൻ തുടങ്ങി. ബാങ്ക് എംപ്ലോയീസ് കറപ്റ്റഡ് ആവാൻ തുടങ്ങി. അവർ കറക്റ്റായിട്ട് ഓഡിറ്റിംഗ് നടക്കാതെ എന്താണ് ഇതുപോലെ എവർഗ്രീനിങ് ഓഫ് ലോണും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് എന്ത്, ഈ നോൺ പെർഫോമിംഗ് ക്രൈസിസ് അല്ലെങ്കിൽ NPA ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് RBI കണ്ടെത്തുന്നത് 2015-16 അസറ്റ് ക്വാളിറ്റി റിവ്യൂ വഴിയായിരുന്നു RBI ഇത് കണ്ടെത്തിയത്. സോ ഇപ്പം സെയിം ഒരു പാറ്റേൺ തന്നെയാണ് വീണ്ടും സാധിക്കുന്നത്. എന്താണ്, കോവിഡ് വന്നതോടുകൂടി വീണ്ടും ഒരു എമർജൻസി മെഷർ എടുത്തിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, അന്നത്തെ പോലെ ലോങ് ടേം പോളിസി ആയിട്ട് കൊണ്ടുപോകരുത് എന്നാണ് എക്കണോമിക് സർവേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ എമർജൻസി മെഷർ വിഡ്രോ ചെയ്യാനാണ് എക്കണോമിക് സർവേ ബാങ്കിനോട് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പേജ് നമ്പർ 10 എക്കണോമിക് സർവേയുടെ റിലേറ്റഡ് ആണ്. ഇന്ത്യാസ് റേറ്റിംഗ് ഡോണ്ട് റിഫ്ലക്ട് എക്കണോമിക്സ് ഫണ്ടമെൻ്റൽ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ സോവറിൻ ക്രെഡിറ്റ് റേറ്റ് ഏജൻസിയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഈ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ്? ഒരു രാജ്യത്തിന് അതിൻ്റെ കടം അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനുള്ള എബിലിറ്റിയാണ് ഈ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു രാജ്യം എന്ന് പറയുമ്പം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ ഇത് ഹിറ്റ് ഔട്ട് ചെയ്യുന്നത് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. അവരെ ബിഗ് 3 എന്നാണ് വിളിക്കുന്നത്. ബിഗ് 3 ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ്, ദാറ്റ് ഇസ് S&P, മൂഡീസ്, ഫിച്ച്. അപ്പോൾ ഈ ഒരു എക്കണോമിക് സർവേ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് 3 റിപ്പീറ്റഡ് ആയിട്ട് ഇന്ത്യക്ക് ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടുള്ള റേറ്റാണ് കൊടുക്കുന്നത്. എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിൽ ലോവസ്റ്റ് റാങ്കാണ് കൊടുക്കുന്നത്. ആ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ BBB- ഓർ Baa3. എന്താണ് ഈ റേറ്റിംഗ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ എക്കണോമിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നോക്കുന്നത് ഈ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇന്ത്യയുടെ എക്കണോമിയിൽ ഈ റേറ്റിംഗ് ലോ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ എക്കണോമിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എക്കണോമിക് സർവേ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ 5th ലാർജസ്റ്റ് എക്കണോമിക്ക് പോലും ഇവർ AAA ഗ്രേഡ് കൊടുക്കുന്നു. പക്ഷേ ഇന്ത്യയും ചൈന പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് വരുമ്പം കോൺസ്റ്റൻ്റ് ആയിട്ട് അവരെന്താണ് ഡൗൺ ഗ്രേഡാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ സെയിം കംപ്ലയിൻറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ബ്രസീൽ, റഷ്യ, സൗത്ത് ആഫ്രിക്ക ഇവരിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് എക്കണോമിക് സർവേ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് മെത്തേഡ് ശരിക്കും ബയസ്ഡ് ആണ്. ഇവർ ഡെവലപ്ഡ് കൺട്രീസിന് ഫേവറായിട്ടാണ് ചെയ്യുന്നത്. ഓൾവേസ് ഇവരുടെ റേറ്റിംഗ് ഡെവലപ്പിംഗ് കൺട്രീസിന് എഗെയിൻസ്റ്റ് ആണ്. സോ എക്കണോമിക് സർവേ പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാം യുണൈറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കൺട്രീസ് ഉണ്ടല്ലോ, ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ഇവരെല്ലാം ബ്രിക്സ് മെമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് യുണൈറ്റ് ചെയ്തിട്ടും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ബ്രിക്സിൽ ഇന്ത്യ ഒരു സജഷൻ പറഞ്ഞത് എന്താണ്, നമുക്ക് ബിഗ് 3 കൗണ്ടർ ചെയ്യാനായിട്ടൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ എക്കണോമിക് സർവേ പറയുന്നത് എന്താണ്, ഡെവലപ്പിംഗ് കൺട്രീസ് യുണൈറ്റ് ചെയ്തിട്ട് വേണം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ.
നെക്സ്റ്റ് ആർട്ടിക്കിൾ എക്കണോമിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്ത് പേജ് നമ്പർ 10 ഒരു ആർട്ടിക്കിളാണ്. ഹെൽത്ത് കെയർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. ഹൈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഫോർ ഹെൽത്ത് ക്യാൻ ലെഡ് ടു പോവേർട്ടി. സോ എക്കണോമിക് സർവേ ഒരു ഷോക്കിംഗ് ആയിട്ടൊരു ഡേറ്റയാണ് തന്നേക്കുന്നത്. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൻ്റെ ഓവറോൾ എടുക്കുകയാണെങ്കിൽ അതിൽ 65% സിറ്റിസൻ്റെ പോക്കറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലോ പബ്ലിക് എക്സ്പെൻഡിച്ചറാണ്. അത് നോക്കുവാണെങ്കിൽ എക്കണോമിക് സർവേ പറഞ്ഞ ഡേറ്റ വെച്ചിട്ട് GDP ഒരു 1% മാത്രമേ ഹെൽത്തിന് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. ഇത് എന്തിനാണ് കാരണമാവുന്നത്? പുവറായിട്ടൊരു പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിലൂടെ എന്ത് ചെയ്യും? നമുക്ക് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് കിട്ടാതെയാവും. സോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ മിക്കവരും എന്ത് ചെയ്യും? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? ഹൈ റേറ്റിലായിരിക്കും അവർ മെഡിസിൻസ് തരുന്നത്. അപ്പോൾ ഇതെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇനിക്വാളിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടി തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. സോ ഈ സർവേ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കൊടുക്കുന്നതെങ്കിൽ ഇത് പോവർട്ടിയിൽ വന്നേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഹൈ പബ്ലിക് സ്പെൻഡിങ് കൊടുക്കണം. അത് ഹെൽത്തിന് വേണ്ടിയാണെങ്കിൽ 1% നിന്ന് അത് ഏകദേശം ഒരു 2.5 to 3% ഓഫ് GDP ഇൻക്രീസ് ചെയ്യാനാണ് എക്കണോമിക് സർവേ പറയുന്നത്. കാരണം 65% ആൾക്കാരും നമ്മുടെ രാജ്യത്ത് മരിക്കുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വഴിയാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഹെൽത്ത് സെക്ടറിൽ ഉള്ള എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ മാത്രമേ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ന്യൂസ് എക്കണോമിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫൻസ് ബഡ്ജറ്റുമായിട്ടുള്ള ന്യൂസാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് അലോക്കേറ്റഡ് ഫോർ ഡിഫൻസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് സിൻസ് 2016-17. സോ ഈ ആർട്ടിക്കിളിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 2016-17 കാലഘട്ടത്തിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത ഡിഫൻസ് ഫണ്ടൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം അൺയൂസ്ഡ് ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള യൂട്ടിലൈസേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻ്റ് ആണെങ്കിലും ഡിഫൻസ് ഡീൽസ് ആണെങ്കിലും ഡിലേ ആവുന്നത് എന്നാണ് എക്കണോമിക് സർവേ പറയുന്നത്. സോ 16-17 ചെയ്ത മിസ്റ്റേക്ക് പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ് എമർജൻസി ആൻഡ് ഫാസ്റ്റ് ട്രാക്ക് റൂട്ട്. ഇത് 19-20 കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്. ആ സമയത്ത്, അതായത് ലാസ്റ്റ് ഇയറിൽ ഏകദേശം 38 ഡീലുകളാണ്, ഡിഫൻസ് ഡീലുകളാണ് ഇന്ത്യ സൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ 16-17 അൺയൂസ്ഡ് ആയിട്ടുള്ള ആ ഫണ്ടെല്ലാം എന്താണ് ഈ 19-20 ലാസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തു എന്നാണ് എക്കണോമിക് സർവേ പറയുന്നത്. പക്ഷേ എക്കണോമിക് സർവേ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. അതായത് ഇന്ത്യയുടെ പ്രൊക്യൂർമെൻറ്റിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ഫോറിൻ സപ്ലയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ മാത്രമല്ല മോശമായി ബാധിക്കുന്നത്. ഇത് കാരണം നമ്മുടെ ഡിഫൻസിൻ്റെ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനൊരു പരിഹാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് വിങ്സിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അത് വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് 2001 പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ സ്ലോലി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഡിഫൻസിലും പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ അലോ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും റിലാക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ഡിഫൻസ് സെക്ടേഴ്സിന് ഫോറിൻ മാനുഫാക്ചറേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടും ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് എക്കണോമിക് സർവേ പറയുന്നത്. അവരുടെ കണക്ക് പ്രകാരം ഇൻഡിജീനിയസ് കണ്ടൻറ്റ് ഏകദേശം 74.5% മാറിയെന്നാണ് എക്കണോമിക് സർവേ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക് സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഹൈലൈറ്റ് ചെയ്ത് ബാങ്കിങ് സെക്ടറും പിന്നെ പബ്ലിക് ഹെൽത്തും ഡിഫൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടുള്ള ന്യൂസുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രതീക്ഷിക്കാം. എക്കണോമിക് സർവേ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദാറ്റ്സ് ഇറ്റ്. വെയിറ്റിംഗ് ഫോർ യുവർ വാല്യുബിൾ സജഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.